നമസ്കാരം. ശ്രീകല ഗണേഷ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണാർപ്പണം. ഞാൻ ഇന്ന് പ്ലാക്ഷാതി ദ്വീപുകളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. പ്ലാക്ഷാതി ദ്വീപ നിവാസികൾ സൂര്യഭഗവാനെ ഭജിക്കുന്നു. ശാലമർ ദ്വീപിലുള്ള വസിക്കുന്നവർ ചന്ദ്രഭഗവാനെ ഭജിക്കുന്നു. കുശദ്വീപിലെ ജനങ്ങൾ അഗ്നിദേവനെ ഭജിക്കുന്നു. ക്രൗഞ്ചദ്വീപ നിവാസികൾ ജലാത്മകനായ ഭഗവാനെ സേവിക്കുന്നു. ശാഖദ്വീപിലെ ജനങ്ങൾ വായസ്വരൂപനായ ഭഗവാനെ സേവിക്കുന്നു. പുഷ്കരദ്വീപ നിവാസികൾ ബ്രഹ്മാവിൻ്റെ സ്വരൂപമായ ഭഗവാനെ സേവിക്കുന്നു. സപ്തസമുദ്രങ്ങൾക്കപ്പുറം 3 ലോകങ്ങളുടെ അതിർത്തിയായി ലോകലോക പർവ്വതം കിടക്കുന്നു. അവിടെ പരമപുരുഷനായ ഭഗവാൻ ധർമ്മം, ജ്ഞാനം, വൈരാഗ്യം, ഐശ്വര്യം, അഷ്ടമഹാസിദ്ധികൾ എന്നിവയോടുകൂടി ശംഖുചക്ര ഗദാദികളെ ധരിച്ച് പാർഷദന്മാരാൽ സേവിതനായി സകല ലോകത്തെ ചെയ്തുകൊണ്ട് സന്നിധാനം ചെയ്യുന്നു. സ്വർഗത്തെയും ഭൂമിയെയും സംബന്ധിക്കുന്ന അന്തരീക്ഷം സൂര്യമണ്ഡലമാകുന്നു. അചേതനമായ അണ്ഡത്തിൽ നിന്നുണ്ടായതിനാൽ സൂര്യനെ മാർത്താണ്ഡനെന്നും അതിനെയും പ്രകാശിപ്പിക്കുന്നതിനാൽ ഹിരണ്യഗർഭനെന്നും പറയപ്പെടുന്നു. സർവ്വജീവികളുടെയും അന്തര്യാമിയായ ആത്മാവും നേത്രാധിഷ്ഠാന ദേവതയുമായ സൂര്യനാരായണൻ സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്. ഇതുപോലെയുള്ള ഭാഗവത കഥകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.